Good morning. Welcome to English class. Today it is the first lesson of the second book, that is The Jungle Air Crash. കാട്ടിലെ വിമാന അപകടം by Julian Kopak, a 16-year-old girl. ഒരു 16 വയസ്സുള്ള പെൺകുട്ടി അവളുടെ ആത്മകഥ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തം നമ്മളുടെ മുന്നിൽ അറിയിക്കുന്നു, പരിചയപ്പെടുത്തുന്നു. Even though it is a dangerous thing or it is a something troubled one, അപകടകരമായ അതേസമയത്ത് ഭീകരമായ ഒരു കാര്യം. ബട്ട് ഷീ സേസ്, ഹൗ ഡിഡ് ഷീ എസ്കേപ്പ് ഫ്രം ഇറ്റ്? ഹൗ ഡിഡ് ഷീ റിട്ടൈൻ ഹെർ ലൈഫ്? എങ്ങനെ അവൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു? എങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ചു? ആൻഡ് വി ഹാവ് സീൻ ദ ഫസ്റ്റ് പാര. ഒന്നാമത്തെ പാര കണ്ടതാണ്. ഒന്നാമത്തെ പാരയുടെ ക്ലാസ് ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരിക. യെസ്. I was sitting in the third row of seats. So, the plane had started. അവരുടെ വിമാനം പറന്നുയർന്നു കഴിഞ്ഞിരുന്നു. And she was in her seat. And I was sitting in the third row line, നിര, മൂന്നാമത്തെ നിരയിലാണ്. of seats from the rear back. പിറകിൽ നിന്ന് മൂന്നാമത്തെ സീറ്റിൽ ഇരിക്കുകയാണ് ജൂലിയൻ. നെക്സ്റ്റ് ടു ദ വിൻഡോ ടു സീ ദ സൈറ്റ്. കാഴ്ചകൾ കാണാനായി ജനലരികിലുള്ള സീറ്റിലാണ്. മദർ സാറ്റ് ബിസൈഡ് മീ. ജൂലിയൻ വിത്ത് ഹർ മദർ. ഷീ സാറ്റ് ബിസൈഡ് ഹർ. അമ്മ മകളുടെ അരികിൽ അടുത്ത സീറ്റിലിരിക്കുന്നു. ബിസൈഡ്, അരികിൽ. ആൻഡ് എ മേൻ. 3 പേരുണ്ട്. അടുത്തതൊരു പുരുഷനാണ്. വി ഡിഡ്ന്റ് നോ. ഞങ്ങൾക്ക് അറിയില്ല അദ്ദേഹം ആരാണെന്ന്. ഓൺ ദ എയിൽ, അറ്റത്തുള്ളത്, സൈഡിലുള്ളത്, AI, ഇടനാഴി അല്ലെങ്കിൽ ഗ്യാപ്പ് അല്ലെങ്കിൽ ദറ്റ് വാക്കിംഗ് വേ. ആ വാക്കിംഗ് വേയിലിരിക്കുന്നതാണ് എയിൽ. അപ്പോൾ ആ സീറ്റിലിരിക്കുന്നത് ഒരു പുരുഷനാണ്. മിഡിൽ സീറ്റിൽ അമ്മയിരിക്കുന്നു, സൈഡ് സീറ്റിൽ മകളിരിക്കുന്നു. ആൻഡ് ദാറ്റ് വർ ദ റിയർ സീറ്റ്സ്. പിറകിലെ സീറ്റുകളായിരുന്നു. എവറിത്തിങ് സീംഡ് ക്വയറ്റ് നോർമൽ. എല്ലാം ക്വയറ്റ്, കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ടും. ക്വയറ്റ്, തികച്ചും. എല്ലാം തികച്ചും സാധാരണഗതിയിലായിരുന്നു. ദ ടേക്ക് ഓഫ്, വിമാനം പറന്നുയരൽ. ടേക്ക് ഓഫ്, റൈസിങ് ഓഫ് ദ പ്ലെയിൻ, വിമാനം പറന്നുയർന്നതും. ദ ക്ലൈംബ്, വിമാനം മുകളിലേക്ക് കയറിയതും, ആകാശത്തേക്ക് കയറിയതും. ഓവർ ദ സ്നോ കവേർഡ് ആൻഡീസ്. And so now the plane is flying over the Andes mountains. Snow covered Andes mountains. മഞ്ഞു പൊതിഞ്ഞ പർവ്വതനിരകൾക്ക് മുകളിലൂടെ, ആൻഡീസ് പർവ്വതക്കെട്ടുകൾക്ക് മുകളിലൂടെയാണ് ഇപ്പോൾ വിമാനം പറക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം, ദ സ്മൈലിംഗ് സ്റ്റുവാർഡസസ്, അത് വിതരണം ചെയ്യാനായി പുഞ്ചിരിച്ചുകൊണ്ടെത്തിയ സ്റ്റുവാർഡ്, വൺ ഹു സപ്ലൈസ് ഫുഡ്, ഭക്ഷണം വിതരണം ചെയ്യുന്ന പെൺകുട്ടികൾ, സ്റ്റുവാർഡസസ്. ആൻഡ് ദെൻ ദി ഗ്രീൻ ജിങ്കിൾ. പിന്നീട് പർവ്വതം കടന്നപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു ഹരിത വർണ്ണമുള്ള കാട്, പച്ച നിറമുള്ള കാട്, ഗ്രീൻ ജിങ്കിൾ. സ്ട്രെച്ചിങ്,
നീണ്ടു നിവർന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ പരന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ ചിതറിക്കിടക്കുന്നു. മുന്നിൽ ഇപ്പോഴ് ആ വലിയ വനമാണ്. ഈസ്റ്റ് ടു ദി ഹൊറിസോൺ, അങ്ങ് ഈസ്റ്റ് ടു ദി ഹൊറിസോൺ, കിഴക്ക് മുതൽക്ക് ചക്രവാളം വരെ, ഹൊറിസോൺ വരെ. വാട്ട് ഈസ് ദിസ് ഹൊറിസോൺ? ദ എൻഡ് വേർ ദി സ്കൈ ടച്ച് ദി ലാൻഡ്. നമുക്കൊരു സങ്കല്പമാണത്, ആകാശം ഭൂമിയെ തൊടുന്ന ഇടം. അതാണ് ചക്രവാളം വരെ എന്നൊക്കെ പറയുന്നത്. അപ്പം ചക്രവാളം വരെ ഈ പച്ചപ്പ് ഈ നിരന്ന് പടർന്ന് കിടക്കുന്നു. ദ സ്മൈലിംഗ് സ്റ്റുവാർഡസസ്, ദെൻ ദി ഗ്രീൻ ജംഗിൾ സ്ട്രെച്ചിങ് ഈസ്റ്റ് ടു ദി ഹൊറൈസോൺ. പീപ്പിൾ വർ റീഡിങ് ഓർ ചാറ്റിംഗ്. ജനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, ചിലരൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എവരി വൺ വാസ് ഇൻ എ ഹോളിഡേ മൂഡ്. പ്ലെയിനിൽ ഇപ്പോൾ എല്ലാവരും ഒരു അവധിക്കാല ചിന്തയിലാണ്, അവസ്ഥയിലാണ്. സോ നൗ ദി സെക്കൻഡ് പാരഗ്രാഫ് സേസ് അബൌട്ട് ദ ബിഗിനിങ് ഓഫ് ദ ജേർണി. ആക്ച്വലി ദ പ്ലെയിൻ took off the Lanza Air flight number 508, and that was taken off. അത് പറന്നുയർന്നു to the place where Julian's father was working. But he was also working. Now he was also doing experiment, so working in a jungle place. അതുകൊണ്ട് ജൂലിയാൻ്റെ അമ്മയുടെ യാത്ര അച്ഛൻ ജോലി ചെയ്യുന്ന ഇടത്തിലേക്കാണ്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടിരുന്നു, ദേ ആർ പ്രൊഫസേഴ്സ്. അവർ രണ്ടുപേരും പ്രൊഫസേഴ്സാണ്. ഒരാൾ അച്ഛൻ ഇക്കോളജിസ്റ്റാണ്, പരിസ്ഥിതി പഠന ശാസ്ത്രജ്ഞനാണ്. മറ്റൊരാൾ ഓർണത്തോളജിസ്റ്റാണ്. അവർ അമ്മ പക്ഷി ഗവേഷകയാണ്. സോ ബോത്ത് ഓഫ് ദം വർ സ്കോളേഴ്സ്. രണ്ടുപേരും അച്ഛനും അമ്മയും ധിഷണാശാലികളാണ്, ലേൺഡ് പീപ്പിൾ, പഠിച്ചവരാണ്. ആൻഡ് റിയലി ജൂലിയൻ വാസ് ഇൻ എ ഗുഡ് ലൈഫ്. സൗഭാഗ്യപൂർണമായ ഒരു ജീവിതത്തിലായിരുന്നു ജൂലിയൻ. അങ്ങനെയാണ്, അപ്പോഴാണ് അറ്റ് ദ ടൈം ഓഫ് ക്രിസ്മസ് ദേ സ്റ്റാർട്ടഡ് ടു മീറ്റ് വിത്ത് ഫാദർ. Then the third para. In clear weather, the weather was weather, climate, kalavastha. In clear weather, the flight from Lima to Pucallpa. So it was from Lima to Pucallpa. ലിമയിൽ നിന്നും പുൽക്കാപ്പയിലേക്ക് LIMA to PUCALLPA. That flight started from Lima and it was moving towards Pulkapa, and the weather was, the climate was very nice, very clear. It is one of the most beautiful in the world. So the journey, especially the sight in that journey which can be viewed, ആൻഡീസ് പർവ്വതനിരയ്ക്ക് മുകളിലൂടെ, മഞ്ഞുമൂടിക്കിടക്കുന്ന ആൻഡീസ് പർവ്വതനിരയ്ക്ക് മുകളിലൂടെ പറന്നുപോയ വിമാനം ഇപ്പോഴ് വനത്തിന് മുകളിലൂടെ പോകുന്നു. അപ്പം താഴെ കണ്ണെത്താത്ത ദൂരത്തോളം, അപ് ടു ഹൊറൈസോൺ, ചക്രവാളത്തോളം പരന്ന് കിടക്കുന്ന പച്ചപ്പ്, ആൻഡ് ദ ബ്ലൂ സ്കൈ, ചുറ്റിലും നീലാകാശം. ആക്ച്വലി ഇറ്റ് വാസ് എ ഡിവൈൻ സൈറ്റ്, ഹെവൻലി സൈറ്റ്. അതിമനോഹരമായ, സ്വർഗതുല്യമായ, ദൈവികമായ ഒരു കാഴ്ചയായിരുന്നു അത്. The most beautiful in the world. That sight was such a sight. Only from the plane it can be viewed and it can be enjoyed. ഇത്തരം ഭാഗ്യം അത്തരം വിമാനസഞ്ചാരികൾക്ക് മാത്രം ലഭിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ അതിമനോഹരമായ ആ കാഴ്ച കാണാനുള്ള ഭാഗ്യം 16 വയസ്സുകാരിയായ ജൂലിയാനയ്ക്ക് ലഭിച്ചു. ബട്ട് 30 minutes ആഫ്റ്റർ ടേക്ക് ഓഫ്, ഇപ്പോഴ് വിമാനം പറന്നുയർന്ന്
30 മിനിറ്റായി കാണും, അരമണിക്കൂറായി കാണും ടേക്ക് ഓഫ്. വെൻ വി വേർ അവർ ദി ജംഗിൾ നൗ ഓൾസോ സ്റ്റിൽ ദ പ്ലെയിൻ ഈസ് മൂവിങ് ഓവർ ദ ജംഗിൾ. ഇപ്പോഴും വിമാനം കാടിന് മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വിസിബിലിറ്റി ഡിമിനിഷ്ഡ്. അങ്ങനെ സഞ്ചരിക്കുകയാണ് സഡൻലി പെട്ടെന്ന് ദ വിസിബിലിറ്റി, വിസിബിൾ ദൃശ്യമായ, അവിടെ വാക്ക് പിന്നീട് വന്നതുകൊണ്ട് നെഗറ്റീവ് വേർഡ് എഴുതി വെച്ചിട്ടുണ്ട്. വിസിബിൾ ദൃശ്യമായത്, വിഷൻ കാഴ്ച, വിഷൻ കാഴ്ച. അതിൽ നിന്നാണ് നമുക്ക് ടെലിവിഷൻ എന്നുള്ള വാക്ക് ഉണ്ടായത്. അത് പ്രത്യേകിച്ചും നടുമാധ്യമമില്ലാതെ ഒരു സ്ഥലത്ത് നിന്നും പ്രക്ഷേപണം ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്തിരുന്ന് കാണാൻ പറ്റുന്നതാണ് ടെലിവിഷൻ. ആ വിഷൻ എന്ന വാക്കിൽ നിന്നാണ് വിസിബിൾ എന്ന വാക്കുണ്ടായത്. VISIBLE. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ നൗൺ വിഷൻ. വിഷൻ കാഴ്ച, വിസിബിൾ കാഴ്ചയ്ക്കുള്ള, കാഴ്ചയുള്ള, കാണാവുന്നത്, വിസിബിൾ ദൃശ്യമായത്, ദൃശ്യം. നെഗറ്റീവ് ഇൻവിസിബിൾ. ഇനി അതിൽ നിന്നുണ്ടാവുന്ന മറ്റൊരു നാമപദമാണ് വിഷൻ എബിലിറ്റി, കാണാനുള്ള പ്രാപ്തി. ദാറ്റ് ഈസ് വിസിബിലിറ്റി, കാഴ്ച, വിസിബിലിറ്റി, വ്യൂ, കാഴ്ച. സോ ദ വിസിബിലിറ്റി ബിക്കേം ഡിമിനിഷ്ഡ് ആൻഡ് ഇറ്റ് വാസ് ഏർലി മോർണിംഗ്, ബ്രൈറ്റ് സൺലൈറ്റ്, നല്ല തിളങ്ങുന്ന സൂര്യപ്രകാശം. സഡൻലി ഷീ കുഡ് ഫെൽറ്റ്, അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ദാറ്റ് വിസിബിലിറ്റി, വ്യൂ, ദ കാഴ്ച ഡിമിനിഷ്ഡ്, ഡിംഡ്, മങ്ങിപ്പോയി. കാഴ്ച ഇല്ല, പെട്ടെന്ന് കാഴ്ച മങ്ങിപ്പോയി. സംതിങ് ക്ലൗഡ് ലൈക്ക്, ക്ലൗഡി ഓർ ക്ലൗഡഡ്, ഈ മഴക്കാറുള്ളതുപോലെ, കാറുകൊണ്ട്, കാർമേഘം കൊണ്ട് ആകാശം മൂടിയതുപോലെ, ഡിമിനിഷ്ഡ്. ആൻഡ് ദെൻ ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, ഓൾ ഓഫ് എ സഡൻ, സഡൻലി, അതുകൊണ്ടോ വളരെ പെട്ടെന്ന്, പെട്ടെന്നാണ് ഓൾ ഓഫ് എ സഡൻ വി ഹിറ്റ് എ സ്റ്റോം, ഞങ്ങളുടെ വിമാനത്തിന് ഒരു കൊടുങ്കാറ്റ് ഇടിച്ചത്, അല്ലെങ്കിൽ കൊടുങ്കാറ്റിൽ പെട്ടത്. സ്റ്റോം, സ്ട്രോങ് വിൻഡ്, കൊടുങ്കാറ്റ്. സോ ദേ ന്യൂ ഓർ ദേ കുഡ് ഫീൽ സം സ്ട്രോങ് വിൻഡ്, ശക്തമായ കാറ്റ്, അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായ വെതർ ചേഞ്ച്, കാലാവസ്ഥ മാറ്റം, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയുടെ മാറ്റം. ഓൾ ഓഫ് എ സഡൻ, വെരി സഡൻലി, ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായിട്ട് കൊടുങ്കാറ്റ് വീശിയ അനുഭവം, കാഴ്ച മങ്ങിയ അനുഭവം, കാർമേഘം ആകാശത്തെ മൂടിയ അനുഭവം. ആൻഡ് ദെൻ ഓൾ ഓഫ് എ സഡൻ വി ഹിറ്റ് എ സ്റ്റോം ഫ്രം സ്റ്റോം ഫ്രഞ്ച്, വിമാനത്തിൻ്റെ മുൻഭാഗം കൊടുങ്കാറ്റ് ചെന്നിടിച്ചതുപോലെ, അത് കാറ്റും വിമാനവും തമ്മിൽ ഘർഷണം സംഭവിച്ചതുപോലെ, ഉരസൽ സംഭവിച്ചതുപോലെ. ആൻഡ് ദിസ് ടൈം, ഇത്തവണ, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എക്സ്പീരിയൻസ്ഡ് ബിഫോർ. ആൻഡ് ബിഫോർ ഓൾസോ ഷീ ഹാഡ് ട്രാവൽഡ് by plane, and at that time she had enjoyed the beauty of the nature and the traveling, and it was like an entertainment. But this is the first time she feels such a horrible or fearful experience. ഇത് അവളുടെ ജീവിതത്തിലെ, ജൂലിയൻ്റെ ജീവിതത്തിലെ തികച്ചും അപ്രതീക്ഷിതവും എന്നാൽ ആദ്യത്തെയും അനുഭവമായിരുന്നു. ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എക്സ്പീരിയൻസ്ഡ് ബിഫോർ. മുൻപ് ഞാൻ അനുഭവിച്ച സുഖ കാര്യങ്ങളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും വളരെ വിഭിന്നമായ, ഭയാനകമായ ഒരനുഭവം. ബ്രോഡ് ഡേ ലൈറ്റ് ടേൺഡ് ടു നൈറ്റ്, ഗ്രഹണം മാതിരി, എക്ലിപ്സ് മാതിരി, ഗ്രഹണം മാതിരി. ബ്രോഡ് ഡേ ലൈറ്റ്, വിശാലമായ അല്ലെങ്കിൽ തിളങ്ങുന്ന ആ പകൽ വെളിച്ചം അപ്രത്യക്ഷമായി. ഡേ ടേൺഡ് ടു നൈറ്റ്, ചുറ്റും ഇരുട്ട് വ്യാപിച്ചു. ഡേ ടേൺഡ് ടു നൈറ്റ്, പകലാണ്, പ്രഭാതത്തിലാണ്, ഒരു 8 മണി സമയമാണ്. പക്ഷേ പെട്ടെന്ന് ഇരുട്ടായി, രാത്രിയായി. അറൗണ്ട് അസ് ലൈറ്റ്നിങ് വാസ് ഫ്ലാഷിംഗ്
അവിടെയൊക്കെ മിന്നലടിക്കുന്നു. നമ്മളിപ്പോഴൊക്കെ പെയ്യുന്ന മഴ മാതിരി അൺഎക്സ്പെക്റ്റഡ് റെയിൻ വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിവെട്ടുള്ളതുപോലെ മിന്നലാട്ടമുള്ളതുപോലെ അപ്രതീക്ഷിതമായി മഴ ചൊരിയുന്നതുപോലെ. ഹിയർ നോ റെയിൻ അറ്റ് ഓൾ, ഇവിടെ മഴയില്ല, ഓൺലി തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അല്ലെങ്കിൽ തണ്ടറും കേട്ടിട്ടില്ല, അവൾ ലൈറ്റ്നിങ് ആണ് കണ്ടത്, മിന്നൽ മാത്രം, ഭയാനകമായ മിന്നൽ ചുറ്റിലും. ലൈറ്റ്നിങ് വാസ് ഫ്ലാഷിങ് ഇൻസെസൻ്റ്ലി ഇൻ എ സ്പ്രെഡ് വേ. അതായത് എവിടെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ലുക്കിംഗ് ഹിയർ ദർ ഈസ് ദ ബട്ട് ആൻഡ് സഡൻലി ദർ ഈസ് ദ ലൈറ്റ്നിങ് ആൻഡ് ദെൻ ദർ ഈസ് ദ ലൈറ്റ്നിങ്. ഇൻസെസൻ്റ്ലി ദർ വാസ് ഫുൾ ഓഫ് ലൈറ്റ്നിങ്സ്. അവിടെ അതാ ചുറ്റിലും, വിമാനത്തിന് ചുറ്റിലും ഈ മിന്നലടിക്കുന്നു, മിന്നലാട്ടം കണ്ടു. ഫ്രം ഓൾ ഡിറക്ഷൻസ്, കണ്ടോ, എല്ലാ ദിശകളിൽ നിന്നും. At the same time, അതേസമയം an invisible power began to shake our plane. An invisible power, അദൃശ്യശക്തി. An invisible power, a supernatural power, ഒരു അതിമാനുഷ ശക്തി. That means it is the change of the nature, unexpected, അപ്രതീക്ഷിതമായ പ്രകൃതിയുടെ മാറ്റമാണ്. ലൈക്ക് സ്റ്റോം, ലൈക്ക് നമ്മുടെ കടലിലൊക്കെ വീശടിക്കുന്ന ഈ പലതരത്തിലുള്ള കൊടുങ്കാറ്റുകൾ, സുനാമി പോലുള്ള കൊടുങ്കാറ്റുകൾ, അല്ലെങ്കിൽ കൊടുങ്കാറ്റിന് ഒപ്പം വരുന്ന തിരമാലകൾ. അങ്ങനെ തിരമാലയും കൊടുങ്കാറ്റും വരുമ്പോഴും കാറ്റില്ലെങ്കിൽ തിരമാല പൊന്തില്ല, കാറ്റുള്ളത് കൊണ്ടാണ് സുനാമി അടിക്കുന്നത്. അപ്പോൾ സുനാമി പോലുള്ള ഈ സ്റ്റോം പോലുള്ള അതേമാതിരി മഴക്കാലത്ത് ലാൻഡ് സ്ലൈഡിങ് പോലുള്ള അപ്രതീക്ഷിതമായി ഈ മണ്ണ് ഇടിഞ്ഞു പോരുക, പർവ്വതമൊക്കെ ഇടിഞ്ഞ് നിരന്നിങ്ങ് പോരുക. ഇതുമാതിരി ഉറങ്ങാൻ കിടക്കുന്നവർ ആ മണ്ണിനടിയിൽ പെട്ടുപോവുക അറിയാതെ. ലൈക്ക് ദാറ്റ് ദിസ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ഓഫ് ദ നേച്ചർ. ഈ പ്രകൃതി ക്ഷോഭിച്ചു. ഇൻവിസിബിൾ പവർ ബിഗാൻ ടു ഷെയ്ക്ക് അവർ എയർപ്ലെയിൻ. ഞങ്ങളുടെ ഈ വിമാനത്തിന് ഏതോ അദൃശ്യ ശക്തി എടുത്തിട്ട് കുടയും പോലെ തോന്നി. ആസ് ഇഫ് ഇറ്റ് വർ എ പ്ലേയിങ്. നോക്കൂ, plaything. Just the plane was a toy in the hand of a little child. ഒരു കുട്ടിയുടെ കയ്യിൽ ഹൗ എ ടോയ് ഈസ്, എപ്രകാരത്തിലാണോ ഒരു കളിപ്പാട്ടം, ലൈക്ക് ദാറ്റ് ഇൻ സച്ച് എ വേ ദിസ് ഹ്യൂജ് പ്ലെയിൻ ദാറ്റ് ലാൻസ എയർലൈൻസ് ഫ്ലൈറ്റ് 508, a huge Boeing plane. It was like a toy in the hands of the nature, in the hands of the storm. കൊടുങ്കാറ്റിൻ്റെ കയ്യിൽ, പ്രകൃതിയുടെ കയ്യിൽ ഇപ്പോൾ കേവലം ഒരു കളിപ്പാട്ടമായി മാറിയ ആ വിമാനം. പീപ്പിൾ ക്രൈഡ് ഔട്ട്. ജനങ്ങൾ ആർത്തു വിളിച്ചു കരഞ്ഞു. ആസ് ഒബ്ജക്ട്സ് ഫെൽ ഓൺ ദിയർ ഹെഡ്സ്. അവരുടെ തലയിലേക്ക് സൈഡ് സീറ്റിലുണ്ടായിരുന്ന അപ്പറിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ, ദാറ്റ് ലഗേജസ്, ബാഗ്സ്, ബോക്സസ്, ലഗേജസ് എന്ന് വേണ്ട എന്തൊക്കെ സാധനങ്ങളോ അതൊക്കെ അവരുടെ തലയിലേക്ക് മറഞ്ഞു വീണു. ബാഗ്സ്, flowers, packages, toys, jackets and clothing rained down like the rain. It showered down. അതൊക്കെ മഴ പോലെ താഴോട്ട് വർഷിച്ചു. ഹാർഡ് ഓൺ അസ്, വളരെ കഠിനമായിട്ട് തന്നെ. ദാറ്റ് മീൻസ് ഹ്യൂജ് ബോക്സസ് ആൻഡ് സാൻഡ്വിച്ച് ട്രേസ്. ആ ആയമാർ കൊണ്ടുവന്നിരുന്ന, അല്ലെങ്കിൽ ദാറ്റ് സ്റ്റുവാർഡസസ് കൊണ്ടുവന്നിരുന്ന സാൻഡ്വിച്ച് ട്രേകളും ആൻഡ് ബാഗ്സും സോഡ് ത്രൂ ദി എയർ. അതൊക്കെ കാറ്റിലൂടെ പറക്കാൻ തുടങ്ങി. സച്ച് എ സ്ട്രോങ് വിൻഡ്, അത്തരത്തിൽപ്പെട്ട കാറ്റ്, കൊടുങ്കാറ്റ്. ദാറ്റ് സോർ ഉയർന്നു പോകുക ത്രൂ ദ എയർ. പീപ്പിൾ വേർ ഫ്രൈറ്റൻഡ്. ഞങ്ങൾ യാത്രക്കാർ ഭയന്നുപോയി. ദി സ്ക്രീംഡ്, അവർ അലറിക്കരഞ്ഞു. ആൻഡ് സ്റ്റാർട്ടഡ് ടു ക്രൈ. സത്യത്തിൽ, അക്ഷരാർത്ഥത്തിൽ കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. ഔട്ട്സൈഡ് ഐ സോ എ സോർട്ട് ഓഫ് ബ്രൈറ്റ് യെല്ലോ ഫ്ലെയിം ഷൂട്ടിംഗ് ഫ്രം ദി റൈറ്റ് വിങ്. പെട്ടെന്ന് ഞാൻ ആ കാഴ്ച കണ്ടു. വലത്തെ ചിറകിൽ നിന്നും ഒരു തീജ്വാല ആളിപ്പടരുന്നു. ദാറ്റ് മീൻസ് ദി പ്ലെയിൻ ഗോട്ട് ഫയേർഡ്. ഈ വിമാനത്തിന് തീ പിടിച്ചിരിക്കുന്നു.
From where? They don't know. How? They don't know. But the fact was that it was, the plane was the victim of the fire. അത് അഗ്നിക്ക് ഇരയായിരിക്കുന്നു. Yes, this is the end of today's lesson and continue tomorrow. Thank you.